പണ്ട് ഗുരുകുല സമ്പ്രദായം നിലനിന്നിരുന്ന കാലം ഒരു കുട്ടി ഗുരുവിനോട് ചോദിച്ചു, ഗുരുജി, ഗുരുവിന് സമ്പത്ത് എത്ര വരെ ആകാം? സമ്പാദിക്കുന്നത് ഒരു തെറ്റാണോ? സുഹൃത്തുക്കളെ, KKG ഇഫക്റ്റിന്റെ 170 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുരുജി പറഞ്ഞു, സമ്പാദിക്കുന്നത് ഒരു തെറ്റല്ല, പക്ഷേ അമിതമായും അന്യായ മാർഗത്തിലൂടെയും ഒരു നാണയം പോലും ആരും സമ്പാദിക്കാൻ പാടില്ല. ഗുരുജി എഴുന്നേറ്റ് ആശ്രമത്തിലെ കോഴിക്കൂട്ടിനടുത്തേക്ക് പോയി. കുട്ടികൾക്ക് മുട്ട കൊടുക്കാനായി ധാരാളം കോഴികളെ ആശ്രമത്തിൽ വളർത്തിയിരുന്നു. ഗുരുജി ഒരു കുട്ടയിൽ നിറയെ മുട്ടകളുമായി തിരിച്ചു വന്നു. സംശയം ചോദിച്ച കുട്ടിയെ അടുത്ത് വിളിച്ച് കൈ നീട്ടാൻ ആവശ്യപ്പെട്ടു. കുട്ടി നീട്ടിയ കൈകളിലേക്ക് മുട്ടകൾ ഓരോന്നായി വെച്ചു തുടങ്ങി. കൈ നിറഞ്ഞിട്ടും ഗുരുജി മേൽക്കുമേൽ മുട്ടകൾ വെച്ചുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കൈകളിൽ കൊള്ളുന്ന 3-4 മുട്ടകൾ ഒഴിച്ച് എല്ലാം താഴെ വീണ് പൊട്ടിച്ചിതറി. ഗുരുജി പറഞ്ഞു, സമ്പത്ത് സമ്പാദിക്കുന്നതും ഇതുപോലെയാണ്. നമുക്ക് വേണ്ടത് മാത്രമേ കയ്യിൽ ശേഖരിക്കാവൂ. കൂടുതലാവുമ്പോൾ ആദ്യം ഇതെല്ലാം കൈവിട്ട് താഴെ പോകുമോ എന്ന പേടിയാൽ സമാധാനം പോകും, ആദിയാകും. അത് രോഗങ്ങളിലേക്ക് എത്തിക്കും. അധികമായി സമ്പാദിച്ചതൊക്കെ ആ വഴിക്കങ്ങ് പോകും. ഒന്നും അനുഭവിക്കാൻ പറ്റാതെ വന്നേക്കാം. സുഹൃത്തുക്കളെ, ആവശ്യത്തിൽ കൂടുതൽ ഉള്ള ധനം മനസമാധാനം കെടുത്തും. ഇനി നമ്മൾ ആഗ്രഹിക്കാതെ ധനം വന്ന് കൂടിയാലോ? ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് ചെലവാക്കുക, ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക, ജീവിതം അടിച്ചു പൊളിക്കുക. ധനം കൂടുതലുണ്ടെന്ന് കരുതി മക്കളോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ നമ്മളെ കൂടുതൽ സ്നേഹിക്കും എന്ന തോന്നൽ വെറുതെയാണ്. കഴിയുന്നത്ര ഉല്ലസിക്കൂ. ജീവിതം ഒന്നേ ഉള്ളൂ. ബൈ ഫ്രം KKG.